ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും അവർ ഫാമിലി വ്ളോഗ്സിൻ്റെ മറ്റൊരു നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, എൻ്റെ ഒരു റിക്വസ്റ്റാണ് കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇപ്പം അമ്മമ്മേനെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയിട്ട് വന്നു. ഇതിപ്പം വെള്ളിയാഴ്ചയാണ്. ഇനിയിപ്പം വൈകിട്ട് അമ്മാമ്മയുടെ മോളുടെ വീട്ടിൽ പോകണം, ഷബാത്തിന് പോകണം. റെഡി ആയിട്ടൊക്കെ നിൽക്കുക. അമ്മാമ്മനെ റെഡിയാക്കിയിരുത്തി. പിന്നെ ഒരു സാൻഡ്വിച്ച് ഉണ്ടായിരുന്നു. സാൻഡ്വിച്ച് ഞാനും അമ്മാമ്മയും കൂടെ 50-50 ഒരെണ്ണേ ഉണ്ടായിരുന്നു. അമ്മ പറയുന്നു എന്നോട് കഴിച്ചോളാൻ പറഞ്ഞു. അത് ശരിയല്ല, അമ്മാമ എൻ്റെ കിടക്കല്ലേ അമ്മാമ്മ. ഞങ്ങൾ തന്നെ 50-50 കഴിച്ചു. ഒരു കോഫിയും കുടിച്ചു. ഞാൻ ഇരിക്കുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നി, ചില സങ്കടങ്ങൾ നമ്മൾ ആരോടും പറയാനായിട്ട് ആഗ്രഹിക്കത്തില്ല, പക്ഷേ നമ്മളെ മനസ്സിലാക്കുന്ന ചിലരുണ്ടാവും ഈ ലോകത്ത്, ഇല്ലേ? നമ്മുടെ മുഖം ഒന്ന് വാടിയാൽ, നമ്മുടെ സംസാരം ഒന്ന്, നമ്മൾ കുറേ നേരം ഒന്ന് മിണ്ടാതിരുന്നാൽ നമ്മൾ എന്തിനെങ്കിലും കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അന്നേരം നമ്മളോട് ചോദിക്കുക, എന്താ നീ മിണ്ടാതിരിക്കുന്നത്, എന്താ നീ വളരെ ഗ്ലൂമി ആയിരിക്കുന്നത് എന്ന് നമ്മളോട് ചോദിക്കും. സത്യം പറഞ്ഞാൽ നമ്മുടെ ആരും അല്ലായിരിക്കും അവർ, നമുക്ക് ആരും അല്ലായിരിക്കും അവർ, മനസ്സിലായില്ലേ? പക്ഷേ എങ്കിലും കുറച്ച് നാളത്തെ പരിചയമുള്ളൂ ഈ വീട്ടുകാർക്ക് തന്നെ. ഏകദേശം ഒരു 3-4 മാസത്തോളമാവും ഞാൻ അവിടെ വന്നിട്ട്. ഇന്നിപ്പം ഞങ്ങൾ രാവിലെ ഹോസ്പിറ്റലിൽ അമ്മാമ്മയുടെ മോനെ വന്ന് കൊണ്ടുപോകാനായിട്ട് ഇവിടെ ടെലവീവിൽ പോകണം. ഏകദേശം നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു 60-65 കിലോമീറ്റർ ഉണ്ട്. ഇപ്പം ഞങ്ങൾ തിക്കൻ്റെ അടുത്തുനിന്ന് 65 കിലോമീറ്റർ ഉണ്ട്. വന്നപ്പോഴത്തേക്കും ഞാൻ ഹലോ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞു. അവരെന്തിരിച്ച് ചെയ്തു, കാറിൽ കയറി. പിന്നെ അത്രയും സമയം ഞാൻ വളരെ ഏകാന്തമായിട്ട് അങ്ങനെ പോകുന്ന വാഹനങ്ങളെയൊക്കെ നോക്കി ഒന്നും മിണ്ടാതെ. അവർ പാട്ടൊക്കെ കാറിൽ പാട്ട് കേൾക്കുന്നുണ്ട്, പക്ഷെ ഞാൻ അത് ആ ലോകത്തേ അല്ല, വേറെ ഏതോ ലോകത്ത്. എന്നിട്ട് ഇടയ്ക്ക് പറയുന്നുണ്ട് ഇവർ, പക്ഷേ അത് എന്നോടാണ് പറയുന്നത് പോലും എൻ്റെ മനസ്സത് ഉൾക്കൊള്ളാൻ തയ്യാറാകാതെ ഞാൻ പുറത്തിങ്ങനെ ഏകാന്തത്തിൽ ഇങ്ങനെ പണ്ടി പോയി. ഹോസ്പിറ്റലിലെത്തി, അമ്മമ്മയെ കാണിച്ചു, ചെക്കപ്പ് ചെയ്തു. തിരിച്ച് വന്നപ്പം വണ്ടി എടുക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു നമുക്കൊന്ന് കോഫി ഷോപ്പിൽ പോകാം. ഞാൻ പറഞ്ഞു വേണ്ട, ഞങ്ങൾ രാവിലെ കഴിച്ചിട്ടാണ് വന്നത്. അന്നേരം അമ്മമ്മ പറഞ്ഞില്ല നമുക്ക് പോവാം, അവളിന്ന് ഇപ്പോൾ 2 ദിവസം കൊണ്ട് നല്ല മൂഡ് ഓഫാണ്, എന്താണെന്നറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ കോഫി കുടിച്ചു, രാവിലെ കുടിച്ചു, കോഫിയും ബിസ്ക്കറ്റും കഴിച്ചിട്ടാണ് വന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞില്ല നമുക്കൊന്ന് പോകാം, നിൻ്റെ മൈൻഡ് കുറച്ചൊന്ന് എന്തോ പ്രശ്നമുണ്ട് നിനക്കെന്ന് പറഞ്ഞു. ഞാൻ പോയിരുന്നു. അന്നേരം എന്നോട് ചോദിച്ചു, നീ എന്താണ് ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നത്? നീ മൂഡ് ഓഫ് ആവാൻ പാടില്ല, കാരണം നമ്മളിങ്ങനെ കെയർ ഗീവേഴ്സായിട്ട് വരുന്നവർക്ക് ഇവർ പറയുന്ന പേര് മെത്തപ്പലറ്റ് എന്നാണ് പറയാം. എന്നോട് പറഞ്ഞു അമ്മാമ്മയെ നോക്കാൻ കുറേ മെത്തപ്പലറ്റ്സ് ഇങ്ങനെ വന്നിട്ടുണ്ട്, പക്ഷേ ആരോടും ഞങ്ങൾക്ക് ഇത്ര ഇൻറ്റിമസി തോന്നിയിട്ടില്ല മേരി. പക്ഷെ നിന്നോട് എന്തോ ഞങ്ങൾക്ക് വല്ലാത്ത ഒരു റെസ്പെക്റ്റാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ അവരോട് കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ 1% പോലും കള്ളത്തരം കാണിക്കാതെ അത് തിരിച്ചു തരുന്നവരാണ് ഇവരെന്ന് സത്യം. ഇന്ന് ഞാൻ അടിവരയിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കിയ ഒരു കാര്യം. ഞാൻ പറഞ്ഞില്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല. അന്നേരം എന്നോട് പറഞ്ഞില്ല, നീ ഇങ്ങനെയല്ല ഞങ്ങളോട് ബിഹേവ് ചെയ്യുന്നത്, നീ എല്ലാവരോടും ക്യാഷ്വലാണ്. ഞാൻ പറഞ്ഞില്ല എനിക്ക് യാതൊരു കുഴപ്പമില്ല, ഞാൻ ഹാപ്പിയാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞില്ല, ഞാനിപ്പം ഇങ്ങോട്ട് വരുന്ന വഴി നിന്നോട് എന്തെല്ലാം ചോദിച്ചു, നീ ഒന്നും റിപ്ലൈ പറഞ്ഞില്ല. ഞാൻ പിന്നെ എന്നോട് ചോദിച്ചായിരുന്നു, ഞാൻ കേട്ടില്ലായിരുന്നു. അതിന് എന്നോട് പറഞ്ഞു നിൻ്റെ മനസ്സ് ഇവിടെയല്ല, അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് നിനക്ക് കേൾക്കാതിരുന്നത്. അമ്മാമ്മ നിന്നോട് എന്തെല്ലാം ചോദിച്ചു, നീ എന്താ ഒന്നും മിണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ കുറച്ച് എനിക്ക് എൻ്റെ മനസ്സിനെ പോലും തളർത്താൻ ശക്തിയുള്ള കുറേ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ചില സമയത്ത് എൻ്റെ മനസ്സ് എനിക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ വിദൂരതയിൽ പോയിക്കൊണ്ടിരിക്കുക, എനിക്കറിയില്ല. അന്നേരം എന്നോട് ആ ചേട്ടൻ പറഞ്ഞ അത് എന്നെ വളരെ വല്ലാത്ത ചിരന്തിപ്പിച്ചു. എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ നീ ഈ നാട്ടിൽ വന്നത് എന്തിനു വേണ്ടിയാണെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി. അപ്പോഴും നീ നാട്ടിൽ എന്ത് പ്രശ്നം നടക്കട്ടെ, എന്ത് സംഭവിക്കട്ടെ, പക്ഷെ നീ ഇവിടെ കരഞ്ഞ് വിഷമിച്ച് ആഹാരം കഴിക്കാതെ, ഞാൻ ഇപ്പോൾ 2 ദിവസം നല്ലപോലെ ഫുഡ് പോലും കഴിച്ചിട്ട് ആഹാരം ഒന്നും കഴിക്കാതെ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും അത് നിന്നെ ബാധിക്കും. നിനക്ക് എന്തെങ്കിലും അസുഖം വന്നോ, നിനക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ അമ്മയെ ബാധിക്കും, അത് ഓട്ടോമാറ്റിക്കലി ഞങ്ങളുടെ ഫാമിലിയെ ബാധിക്കും. സോ നീ ഹാപ്പി ആയിട്ടിരുന്നാലേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞു ഞാൻ അമ്മാമ്മയ്ക്ക് ഞാനൊരു കുറവും വരുത്തുന്നില്ല, ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട് കൃത്യമായിട്ടെല്ലാം. അമ്മാമ്മ എന്നെ ചേർത്തിരുത്തിയിട്ട് പറഞ്ഞ്
നീ എനിക്ക് വേണ്ടതെല്ലാം നീ ചെയ്യുന്നുണ്ട്, ഇല്ലെന്നല്ല മോൻ പറഞ്ഞത്, നീ ഹാപ്പിയല്ല. ഞാൻ പറഞ്ഞു ശരിയാണ്, എൻ്റെ മനസ്സിപ്പം ഹാപ്പിയല്ല. അന്നേരം പിന്നെ പുള്ളിക്കാരൻ കുറേ നേരം ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് സംസാരിച്ച് വന്നപ്പോൾ എന്നോട് പറഞ്ഞു എല്ലാം ശരിയാവും, എല്ലാവരുടെ ഫാമിലിയിലും ഉണ്ടാവും പ്രശ്നങ്ങൾ. അന്നേരം ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇത്രയും പ്രശ്നങ്ങൾ എന്താ ദൈവം എനിക്ക് മാത്രം, ഞാൻ മാത്രം എന്താ ഇത്രയും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യണേ? അന്നേരം എന്നോട് ഞാൻ ഇന്ന് രാവിലെ ഇട്ട വീഡിയോ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. അതിൽ ഞാൻ പറഞ്ഞു എനിക്ക് താങ്ങാൻ പറ്റുന്നത് മാത്രമേ ദൈവം എനിക്ക് തരത്തുള്ളൂ. സത്യമാണ്, ആ ചേട്ടൻ്റെ മേന്ന് എന്നോട് അതാ പറഞ്ഞു, നിൻ്റെ മനസ്സിൽ നിനക്ക് താങ്ങാനും. സോറി കേട്ടോ, അമ്മ വിളിച്ചതാ. അമ്മമ്മ സ്പെക്ടർ ഇട്ട് കൊടുക്കാൻ വേണ്ടി വിളിച്ചത് അമ്മമ്മ, സോറി. അങ്ങനെ എന്നോട് ഇങ്ങനെ പറഞ്ഞു ഹാപ്പി ആയിട്ടിരിക്കണം, വേറെ ഒന്നിനെക്കുറിച്ച് ചിന്തിക്കരുത്. ഇത് സത്യമാണ്. കാരണം ഞാൻ ഈ നാട്ടിൽ വരാൻ വേണ്ടി ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത വ്യക്തിയാണ്. ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. ആ 4 മാസത്തോളം ഞാൻ അനുഭവിച്ച മാനസിക ബുദ്ധിമുട്ട്, പൈസയുടെ ബുദ്ധിമുട്ട്, എല്ലാം, ഡോക്യുമെൻസിൻ്റെ പ്രശ്നങ്ങൾ, എൻ്റെ പാസ്പോർട്ടിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ, ഇതൊക്കെ ഞാൻ ഈ നിമിഷം ആലോചിക്കുമ്പോഴും ഇനി എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അതൊന്നും ഞാൻ തരണം ചെയ്ത് വന്നതിൻ്റെ അത്രയൊന്നും വരില്ല. നാട്ടിൽ അത്രയ്ക്കും പൈസയുടെ വില അനുഭവിച്ചറിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ പഠിച്ചൊരു വ്യക്തിയാണ്. പൈസ ഇല്ലെങ്കിൽ നമ്മൾ ഈ സമൂഹത്തിൽ ആർക്കും വേണ്ട, ഒന്നിനും വേണ്ട. നമ്മൾ തൊട്ടടുത്ത് നിന്നാൽ പോലും നമ്മളെ മനസ്സിലാക്കാനോ നമ്മളെ തിരിച്ചറിയാനോ നമ്മളെ കാണാനോ ഉള്ളൊരു കണ്ണ് നമ്മുടെ സമൂഹത്തിനില്ല. ബന്ധുക്കളെന്ന് പറയുന്നവർക്ക് ഒട്ടുമില്ല. എന്നാൽ നമുക്ക് ഒരു പരിചയമില്ലാത്ത, വല്ലപ്പോഴും കണ്ട് മാത്രം ഒരു ചിരിയിൽ മാത്രം ഒതുക്കി എത്രയോ ബന്ധങ്ങൾ ഒരുപാട് സഹായിച്ചില്ലെങ്കിലും നല്ല വാക്കുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാം, നല്ലതേ വരുത്തുള്ളൂ എന്ന് പറയുമ്പോൾ പോലും അതിൽ നമുക്കൊരു വല്ലാത്ത ഒരു ആശ്വാസം നമുക്ക് തോന്നിയിട്ടുണ്ട്. അന്നേരം അത്രയും ബുദ്ധിമുട്ടി, അത്രയും സഹനങ്ങളിലൂടെ കടന്നുപോയി, അത്രയും കണ്ണീരൊഴുക്കി ദൈവം എന്നെ ഇവിടെ കൊണ്ടുവരുമ്പോഴും ഇനി എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും, എന്തൊക്കെ നഷ്ടങ്ങൾ, എന്തൊക്കെ പ്രശ്നങ്ങൾ എൻ്റെ മുമ്പിൽ വന്നാലും അതെല്ലാം എന്നെക്കൊണ്ട് തരണം ചെയ്യാൻ സാധിക്കും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളും ഏകദേശം ഒരു 99.9% പ്രശ്നങ്ങൾക്ക് കാരണം സാമ്പത്തികമില്ലായ്മയാണ്. കയ്യിൽ കാശില്ലാത്തവർക്കാണ് എന്നും പ്രശ്നങ്ങൾ. കയ്യിൽ പൈസ ഇല്ലാത്തതിന് ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് എനിക്ക് നാട് വിട്ട് ഇവിടെ വരേണ്ടി വരുന്നത്. എൻ്റെ കുഞ്ഞുങ്ങളെ പോലും കാണാതെ എനിക്ക് എൻ്റെ ജീവിതം, പ്രവാസ ജീവിതം നയിക്കേണ്ടി വരുന്നത്. എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ സന്തോഷമായിട്ട് നിലനിർത്തണം. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു കുറവും വരാൻ പാടില്ല. ഞാൻ ഇവിടെ നിന്ന് വെച്ച് കഷ്ടപ്പെട്ടാലും എൻ്റെ കുഞ്ഞുങ്ങൾ വളരെ ഹാപ്പിയായിട്ട് ജീവിക്കണം. ഇത്രയും നാളും എൻ്റെ മോനിപ്പം 12 വയസ്സാണ്, എൻ്റെ മോക്ക് 6.5 വയസ്സ് അടുപ്പിച്ച് വരുന്നു. ഇത്രയും നാളും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു സന്തോഷം കൊടുക്കാൻ പറ്റാത്തൊരമ്മയാണ്. ഒരു സന്തോഷം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല, സാമ്പത്തികമായ ഒരു സന്തോഷം. പക്ഷേ എൻ്റെ മക്കൾ ഒന്നിലും ഞങ്ങൾക്കത് മേടിച്ച് തരണമെന്ന് നിർബന്ധം പറയാറുമില്ല. കാരണം അവർക്ക് എൻ്റെ അവസ്ഥ, ഞാൻ കടന്നു പോകുന്ന സാഹചര്യം അവർക്ക് നല്ലപോലെ അറിയാവുന്നതുകൊണ്ട്. പക്ഷേ ഈ ഒരു ക്രിസ്മസ് എന്നോട് ഒരു കൂട്ടുകാരൻ ചോദിച്ചേക്കുന്നു ക്രിസ്മസ് എങ്ങനെ ഉണ്ടായിരുന്നു. നിത്യം പറയാറ്, ഞാൻ ജീവിതത്തിൽ എൻ്റെ കുഞ്ഞുങ്ങളെ ജനിച്ച് ഈ 10-13 വർഷത്തിനിടയ്ക്ക് ഞാൻ വളരെയേറെ മനസ്സമാധാനത്തോടെ, വളരെയേറെ സന്തോഷത്തോടെ ചിലവഴിച്ചൊരു ക്രിസ്മസ് ആയിരുന്നു ഈ ക്രിസ്മസ്. വേറെ ഒന്നും പറ്റിയില്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഡ്രസ്സ് മേടിച്ച് കൊടുക്കാൻ പറ്റി എനിക്ക്. എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് എൻ്റെ മോനൊരു മാല, 2 പേർക്കും ഓരോ മോതിരം, ഇതൊക്കെ എനിക്ക് മേടിച്ചു കൊടുക്കാൻ സാധിച്ചു. ആരെയും ആശ്രയിക്കാതെ, ആരോടും കെഞ്ചാതെ, ഇരക്കാതെ എനിക്കതൊക്കെ ചെയ്യാൻ സാധിച്ചത് ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് ഈ നാട്ടിൽ വന്നതുകൊണ്ട് മാത്രം. ദൈവം എനിക്ക് ഇതേപോലെ നല്ലൊരു ഫാമിലിയിൽ എന്നെ കൊണ്ട് എത്തിച്ചത് കൊണ്ട് മാത്രമാണ് എൻ്റെ കടങ്ങളൊക്കെ എനിക്ക് ഒരുവിധം തീർക്കാൻ സാധിക്കുന്നുണ്ട്. എൻ്റെ മക്കളെ ഹാപ്പിയായിട്ടിരുന്നാൽ മതി എനിക്ക് ഈ ലോകത്ത്. മറ്റൊരു സങ്കടങ്ങളും പിന്നെ പ്രത്യക്ഷത്തിൽ ബാധിക്കത്തില്ല. കാരണം മറ്റാരും എന്നെക്കുറിച്ച് എന്ത് പറഞ്ഞാലും, എന്തൊക്കെ ചിത്രീകരണങ്ങൾ നടത്തിയാലും ഒന്നും എന്നെ സത്യം പറഞ്ഞാൽ ബാധിക്കത്തില്ല. പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടില്ലേ, മാങ്ങയുള്ള മാവിലെ കല്ലെറിയത്തുള്ളൂ. ഇപ്പം ഞാനാകുന്ന മരത്തിൽ ചെറിയ ശിഖരങ്ങൾ മുളയ്ക്കുന്നു. ഒക്കെ ദൈവത്തിൻ്റെ കാരുണ്യമാണ്. ഒന്നും എൻ്റെ നേട്ടം കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ സാമർഥ്യം കൊണ്ടോ എൻ്റെ കഴിവ് കൊണ്ടോ എൻ്റെ മിടുക്ക് കൊണ്ടോ ഒന്നും നേടിയതായിട്ട് ഞാൻ ഒരിക്കലും അഹങ്കരിക്കില്ല. അങ്ങനെ ചിന്തിക്കാൻ പോലും ഞാൻ തയ്യാറാകത്തില്ല. കാരണം അതാണ് എല്ലാം ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രം എനിക്ക് കിട്ടിയതാണ്. പിന്നെ ദൈവത്തോട് ഓരോരോ ആഗ്രഹങ്ങൾ പറയും. ദൈവമേ എനിക്കത് നടന്നാൽ നന്നായിരുന്നു എന്ന് പറയുമ്പോൾ
അതും ഒരു അപേക്ഷയെ ദൈവത്തോട് പറയത്തുള്ളൂ. പക്ഷേ ഈ നിമിഷം വരെ എൻ്റെ എല്ലാ അപേക്ഷയും തമ്പുരാൻ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്, എന്നെ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ലോകത്ത് വേറെ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും എൻ്റെ കുഞ്ഞുങ്ങൾ സന്തോഷമായിട്ടിരിക്കണം. എൻ്റെ മക്കൾക്ക് ഒന്നിനും ഒരു കുറവും വരുത്താൻ പാടില്ല. അത് മാത്രമേ ഉള്ളൂ എൻ്റെ മനസ്സിൽ. ആകെയുള്ള സന്തോഷം, ആകെയുള്ള ചിന്ത അത് മാത്രമേ ഉള്ളൂ. മക്കളെ നല്ലതുപോലെ പഠിപ്പിക്കണം, മക്കൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാവണം. അതിനേക്കാളൊക്കെ ഒരു എൻ്റെ മക്കൾക്ക് കയറി കിടക്കാൻ ഒരു വീടുണ്ടാവണം. വീടില്ലാത്തവർക്ക് എൻ്റെ ബുദ്ധിമുട്ട് അറിയാൻ പറ്റത്തുള്ളൂ ഫ്രണ്ട്സ്. വീടില്ലാതെ ഓരോ 11 മാസം കൂടുന്തോറും ഓരോ വാടക വീട് കയറി ഇറങ്ങുന്നവർക്ക് ഞാൻ ഈ പറയുമ്പം എൻ്റെ ബുദ്ധിമുട്ട്, എൻ്റെ മനസ്സിൻ്റെ സങ്കടം മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഏകദേശം ഒരു 10, 12, 13 വർഷത്തോളമായിട്ട് അങ്ങനെ വാടക വീട് കയറി ഇറങ്ങുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് എനിക്കറിയാം ഒരു വീടിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണെന്ന്. ഒരു ചെറിയ വീടാണെങ്കിലും അതിൻ്റെ വലുപ്പത്തിലോ അതിൻ്റെ പ്രൗഢിയിലോ അതിൻ്റെ അലങ്കാരത്തിലോ ഒന്നും ഒരു കാര്യമില്ല. സ്വന്തമായിട്ട് കയറി കിടക്കുന്ന ഒരു വീടുണ്ടാവണം. ഞാൻ ഈ വണ്ടി വരാൻ കാരണവും ആ ഒരൊറ്റ കാരണം തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരമ്മയാണ്. ഞാൻ ചിന്തിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ 2 കുഞ്ഞുങ്ങളുണ്ട്. എല്ലാ ബാധ്യതയും കൊണ്ടുപോയി മക്കൾക്ക് കൊടുത്തിട്ട് മക്കൾ ചെയ്യട്ടെ, മക്കളുടെ ആവശ്യമല്ലേ എന്ന് കരുതി മാറിയിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നിടത്തോളം എനിക്ക് ചെയ്യണം. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അത്രയും ഭാരം എനിക്ക് കുറച്ച് കൊടുക്കണം. എൻ്റെ മക്കൾ നല്ല രീതിയിൽ വളർത്തണം, നല്ല രീതിയിൽ പഠിപ്പിക്കണം, നല്ല ആഹാരം കൊടുത്ത്. അത് ആഗ്രഹിക്കാത്ത ഒരു അമ്മമാർ ഈ ലോകത്തുണ്ടാവില്ല. അതേപോലെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ മാത്രമേ എൻ്റെ ജീവിതത്തിൽ ബാക്കിയുള്ളൂ. പിന്നെ എൻ്റെ കരിയർ കുറച്ചും കൂടെ എനിക്ക് മെച്ചപ്പെടുത്തണമെന്നും ആഗ്രഹമുണ്ട്. ശരിക്കും ഇതെൻ്റെ കരിയറല്ല, പക്ഷേ എന്നെ ദൈവം ഇവിടെ കൊണ്ടെത്തിച്ചത് എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി തന്നെയാണ്. എനിക്ക് ആഗ്രഹമുണ്ട് കുറച്ചും കൂടെ നന്നായിട്ട് പഠിക്കണം. ഞാനിപ്പം ചെയ്ത കോഴ്സിനേക്കാളും കുറച്ചും കൂടെ മെച്ചപ്പെട്ട ഒരു കോഴ്സ് എൻ്റെ മനസ്സിൽ ഞാൻ വിദൂരതയിൽ കാണുന്നതൊരു സ്വപ്നമാണ്. അതിലോട്ട് ഞാൻ അടുത്തുകൊണ്ടിരിക്കുന്നു. കാരണം ആ ഒരു കോഴ്സ് ചെയ്യണമെങ്കിൽ നല്ലൊരു എമൗണ്ട് ആവും. 4-5 ലക്ഷം രൂപയും ആ ഒരു കോഴ്സ് ചെയ്യണമെങ്കിൽ. അതാരെ ആശ്രയിക്കാതെ, ആരുടെ മുമ്പിലും പോയി യാചിക്കാതെ, ആരോടും ചോദിക്കാതെ എനിക്കത് ആ കോഴ്സ് ചെയ്യാൻ സാധിക്കണം. വളരെ അഭിമാനത്തോടെ, ആത്മാഭിമാനത്തോടെ സമൂഹത്തിന് മുമ്പിൽ നിവർന്ന് നിൽക്കാൻ സാധിക്കണം. അങ്ങനെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ മാത്രമേ ഈ ജീവിതത്തിൽ ബാക്കിയുള്ളൂ. എല്ലാം നടക്കും, എല്ലാം നടക്കാതെ എവിടെ പോകാനാ. അങ്ങനെ പിന്നെ കുറേ നേരം ചേട്ടനോട് സംസാരിച്ചു, കോഫി കുടിച്ചു. അങ്ങനെ പിന്നെ ഇവിടെ കൊണ്ടാക്കി. അത് എന്നോട് പറഞ്ഞു, ഇനിയും മൂടൗട്ടാവരുത്, വേറെ ഒന്നിനെക്കുറിച്ച് ചിന്തിക്കരുത്, ബി പോസിറ്റീവ് എന്നൊക്കെ പറഞ്ഞ്. സത്യം പറഞ്ഞാൽ എനിക്ക് വല്ലാത്ത എൻ്റെ മനസ്സിനെ തന്നെ അങ്ങ് വല്ലാത്ത റീഫ്രഷ് ചെയ്തു. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ തളർന്നു പോകരുത്. നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോഴും എന്താ പറയുക, അവിടെ നമ്മൾ സ്റ്റക്കായി നിന്ന് പോകരുത്. എഴുന്നേറ്റ് ഓടുന്നവർക്കും ഓടാൻ പറ്റിയില്ലെങ്കിൽ നടക്കാൻ പറ്റിയില്ലെങ്കിൽ എഴയുക. ഇങ്ങനെ ചെയ്യുന്നവർക്ക് മാത്രമേ ജീവിതമുള്ളൂ. അല്ലാത്തവരൊന്നും സമൂഹത്തിന് മുമ്പിൽ ഇങ്ങനെ എന്താ പറയുക, ഒന്നിനും കൊള്ളാത്തവരായിട്ട് അവരുടെ ജീവിതം തള്ളി നീക്കും. അങ്ങനെ ആ ഒരു അവസ്ഥ വരാതെ നല്ല രീതിയിൽ നിങ്ങളുടെ ജീവിതം ജീവിച്ച് തീർക്കാനായിട്ട് സാധിക്കട്ടെ. ക്രിസ്മസ് എല്ലാവരും നല്ലതുപോലെ ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു. അതേ കണക്ക് പുതുവത്സരം എല്ലാവർക്കും നല്ലൊരു വർഷമായിരിക്കട്ടെ 2025. ഞാനും ദൈവത്തോട് അതാണ് പ്രാർത്ഥിക്കുന്നത്. എൻ്റെ എല്ലാ സങ്കടങ്ങളും ഈ 2024 അവസാനിക്കട്ടെ. വലിയ സന്തോഷങ്ങൾ തന്നില്ലെങ്കിലും ചെറിയ എന്ന് ജീവിതത്തിൽ ഓർക്കാൻ പറ്റുന്ന കുഞ്ഞു സന്തോഷങ്ങളെങ്കിലും 2025 എനിക്ക് സമ്മാനിക്കണേ ദൈവമേ മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. ഈ പ്രാർത്ഥനയിൽ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരെയും ഞാൻ ഉൾപ്പെടുത്തും. ഞാൻ നിങ്ങളെ ആരെയും കാണുന്നില്ലെങ്കിലും എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാവും. എന്നിട്ട് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.